Good morning, dear students. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പാർട്ട് 5 ആണ്. പാർട്ട് 5ലുള്ള ഫസ്റ്റ് കണ്ടന്റ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ. അതിലുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. നമുക്കറിയാം, നമ്മൾ ജീവിക്കുന്ന നമ്മളെ ഇന്ത്യ നമ്മുടേതാണ്, നമ്മുടെ രാജ്യമാണ് ഇന്ത്യ. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം. ഡെമോക്രസി, നേരത്തെ നമ്മൾ പറഞ്ഞിരിക്കുന്ന പോയിന്റ്സ്, ഡെമോക്രസിയെ പറ്റി പറഞ്ഞ, എത്തിക്സ്, മൊറാലിറ്റി, പിന്നെ ഇന്ത്യൻ കൾച്ചർ, കുറേ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന നെക്സ്റ്റ് പോയിന്റ് ആണ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ. എന്താണ് ഇന്ത്യൻ കൾച്ചർ? നമുക്കറിയാം, ഇന്ത്യൻ സംസ്കാരം. നമുക്കൊരു സംസ്കാരമുണ്ട്, അല്ലേ? ഒരു ഇന്ത്യൻ ഭാരത സംസ്കാരം. നമ്മൾ പച്ചമലയാളത്തിൽ എന്ത് പറയും? ഭാരത സംസ്കാരം എന്നൊക്കെ പറയും. ഇന്ത്യൻ കൾച്ചർ, ഭാരതം, ഇന്ത്യ. അപ്പോൾ നമ്മുടെ കൾച്ചറിൻ്റെ പ്രത്യേകതകളും നമ്മുടെ കൾച്ചറിലായി ഉണ്ടായിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സും എന്തൊക്കെയാണ് ഇന്ത്യൻ കൾച്ചറുള്ളത്, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് എന്ത് വ്യത്യാസമാണ് നമുക്കുള്ളത് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അതിൻ്റെ പേരാണ് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ. ദെൻ ഫസ്റ്റ് ഇറ്റ് ഈസ് ദ കൾച്ചർ, അതായത് കൾച്ചർ, ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ. വാട്ട് ഈസ് ദ വേർഡ് റെപ്രസെൻറ്റ് ഇൻ കൾച്ചർ? കൾച്ചർ എന്ന വേർഡിൻ്റെ വാട്ട് ഇസ് ദ മീനിങ് ഓഫ് കൾച്ചർ, ഡിറൈവ് ഫ്രം, എവിടെ നിന്നാണ് വന്നത്, എന്താണ് അതിൻ്റെ അർത്ഥം? അതാണ് ഫസ്റ്റത്തെ പാരഗ്രാഫിൽ പറയുന്നത്. ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. ഓക്കെ, ദ ഡെഫിനിഷൻ ഓഫ് കൾച്ചർ. ദ കൾച്ചർ, ദ വേർഡ് ഡിറൈവ്ഡ് ഫ്രം ഗ്രീക്ക്. ഓക്കെ, നമുക്കറിയാം അധിക വേർഡുകളും വന്നത് ഗ്രീക്കിൽ നിന്നാണ്. ഡിഫൈൻ ദ മീനിങ് ഓഫ് ടേംസ് കൾച്ചർ ആൻഡ് വാല്യൂ ആൻഡ് സ്റ്റഡീസ് ദ റിലേഷൻ ബിറ്റ്വീൻ ദ ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ. ഇൻ സ്പൈറ്റ് ഓഫ് ഡൈവേഴ്സിറ്റി ദർ ഈസ് എ ഫണ്ടമെന്റൽ യൂണിറ്റി ഓഫ് ഇന്ത്യ. അല്ലേ? ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. നിങ്ങൾക്കറിയാലോ, നാനാത്വത്തിൽ ഏകത്വമുള്ളൊരു രാജ്യമാണ് ഇന്ത്യ. ഡൈവേഴ്സിറ്റി, ഇൻ സ്പൈറ്റ് ഓഫ് ഡൈവേഴ്സിറ്റി ദർ ഈസ് എ ഫണ്ടമെന്റൽ യൂണിറ്റ്. ഡൈവേഴ്സിറ്റി ഈസ് എ യൂണിറ്റി എന്നൊക്കെ പറയില്ലേ? ഇറ്റ്സ് എ ഫണ്ടമെന്റൽ യൂണിറ്റി. ഡൈവേഴ്സിറ്റി ദർ ഈസ് എ ഫണ്ടമെന്റൽ യൂണിറ്റി ഓഫ് ഇന്ത്യൻ കൾച്ചർ വിച്ച് മേക്സ് ഇറ്റ്സ് യുണീക്ക്. എത്ര നാനാത്വത്തിൽ ഏകത്വം, ആ വേർഡ് നിങ്ങൾ മറന്നു പോകരുത്. ഓക്കെ, അതൊന്ന് ജസ്റ്റ് ടിക്ക് ചെയ്ത് വെക്കണം. ഡൈവേഴ്സിറ്റി ദർ ഈസ് എ ഫണ്ടമെന്റൽ യൂണിറ്റി. എത്ര നാനാവിധത്തിൽ ഏകത്വം, നാനാത്വത്തിൽ ഏകത്വം, നാനാവിധ സംസ്കാരം, അതായത് ഭാഷ, വർഗം, ജാതി, മതം, ആർട്ട് ആൻഡ് സയൻസ്, ഫിലോസഫേഴ്സ്, പല രീതിയിലുള്ള തോട്ട്സ്, ഫിലോസഫേഴ്സ്, അവരുടെ തോട്ട്സ്, തിങ്കിങ്, അങ്ങനെ നാനാവിധത്തിലുള്ള റിലീജിയൻസ്, ഡാൻസസ്, ഓരോരോ കാസ്റ്റിനും ഓരോരോ പ്രോഗ്രാംസ്, ഓരോ ഫെസ്റ്റിവൽസ്, ഓരോ കാസ്റ്റിനും അതിൻ്റെതായ ഫെസ്റ്റിവൽസ്, അല്ലേ? ഓണം, വിഷു, പെരുന്നാൾ, അങ്ങനെ തുടങ്ങിയ പല നാനാവിധ ഹോളി. നമുക്കിവിടെ കേരളത്തിലാണ് മിസ് പറഞ്ഞത്, അല്ലാതെ തന്നെ നമുക്കറിയാം ഹോളി ആഘോഷം, മൊത്തത്തിലുള്ള ആഘോഷം, ഹോളി ആഘോഷങ്ങൾ, അങ്ങനെയുള്ള എല്ലാ ഇന്ത്യ മഹാരാജ്യത്തുള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പല വിധത്തിലുള്ള ആഘോഷങ്ങളാണ്, പല വിധത്തിലുള്ള ജാതിയിലുള്ള ആളുകളാണ്, പല കാസ്റ്റുകളാണ്, പല ഡാൻസുകളാണ്, പല പ്രോഗ്രാംസുകളാണ്, പല വേഷങ്ങളാണ്, പല ഭാഷകളാണ്, ലാംഗ്വേജസ് ആയാലും, ഡ്രസ്സിങ് മെറ്റീരിയൽ ആണെങ്കിലും, ധരിക്കുന്ന ഡ്രസ്സിങ് പാറ്റേൺ ആണെങ്കിലും, ഓരോ കേരളത്തിൽ സാരി ആണെങ്കിൽ തമിഴ്നാട്ടിലും സാരി ആണെങ്കിൽ വെറൈറ്റി, അപ്പുറത്ത് രാജസ്ഥാനിൽ വേറൊരു വേഷം തലയിലൂടെ ഇട്ടിട്ടുള്ളത്, തമിഴ്നാട്ടിൽ വേറെ വേഷം, അങ്ങനെ അങ്ങനെ നമ്മുടെ ഈ ഓരോരോ സംസ്ഥാനങ്ങളിലും പലവിധ ജാതി, ഭാഷ വ്യത്യാസങ്ങൾ. അതുകൊണ്ടാണ് അവിടെ നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്നത്. ആ വേർഡ് നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക, നാനാത്വത്തിൽ ഏകത്വം. ഇൻസ്പൈറ്റ് ഓഫ് ഡൈവേഴ്സിറ്റി, ഇൻസ്പൈറ്റ് ഓഫ് എന്ന് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഡൈവേഴ്സിറ്റി ദർ ഈസ് എ ഫണ്ടമെന്റൽ യൂണിറ്റി ഇൻ ഇന്ത്യ. ആ ഒരു വേർഡ് നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് കേൾക്കുന്നത് കൊണ്ട് ഓർത്തിരിക്കുക, എക്സാമിന് ചോദിക്കുന്നതാണ്. And in spite of diversity there is a fundamental unity of Indian culture which makes it unique. അല്ലെ? അതാണ് നമ്മുടെ യുണീക്ക് ആയിട്ട്, ഏകത്വത്തിന്. യുണീക്ക് മീൻസ് ഏകത്വം, ഏകത, അല്ലെങ്കിൽ ഒറ്റ, എല്ലാവരും ഒന്നാണെന്നുള്ള ആ ഒരു മനോഭാവം. ആ ഒരു യൂണിക്ക്, ഇൻ സ്പൈറ്റ് ഓഫ് ഡൈവേഴ്സിറ്റി ദർ ഇസ് എ ഫണ്ടമെന്റൽ യൂണിറ്റി ഇൻ ദ മേക്സ് ഓഫ് യൂണിക്. ഫാമിലീസ് ആർ എസെൻഷ്യൽ പ്രിസർവിംഗ് ആൻഡ് ട്രാൻസ്ഫോമിംഗ് ഓഫ് കൾച്ചർ. ദ ചൈൽഡ് ഈസ് ഫസ്റ്റ് എക്സ്പീരിയൻസ് ആൻഡ് അബ്സോർബ്സ് വാല്യൂ ഓഫ് ഷെയറിംഗ് ആൻഡ് കെയറിംഗ് ആൻഡ് ടോളറൻസ് ആൻഡ് ലോയൽറ്റി, എല്ലാം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു കുട്ടി, ആ നേരത്തെ നമ്മൾ പറഞ്ഞു മൊറാലിറ്റി, അച്ചടക്കം, ധാർമ്മികത, മൊറാലിറ്റി, ദ വാല്യൂ ഓഫ് മൊറാലിറ്റി, ദ വാല്യൂ ഓഫ് equality, the value of education, the value of so many values of our
ക്യാരക്ടറിസ്റ്റിക്സ്, ഒരാളുടെ സ്വഭാവ സവിശേഷതയിലുള്ള വാല്യൂസ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു. ഓരോ പാർട്ടിലും നമ്മളൊരു പാർട്ട് ബേസ് ആയിട്ടാണ് ഓരോ കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് മൊറാലിറ്റീൻ്റെ ഫാക്ടേഴ്സും ക്യാരക്ടറിസ്റ്റിക്സും ആണ്. അതേപോലെ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ, നമ്മുടെ ഇപ്പോഴത്തെ എന്താ പറയുക സംസ്കാരം, നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൻ്റെ സവിശേഷതകൾ. ഓക്കെ, കൾച്ചറൽ പ്ലൂറലിസം ഇൻ ഇന്ത്യൻ സൊസൈറ്റി, വാല്യൂസ് ഫോർ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, ഡിസ്കസ് ദ പെർസ്പെക്റ്റീവ് വാല്യൂ ഓഫ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ്, അണ്ടർസ്റ്റാൻഡിംഗ് ദ കൺസെപ്റ്റ് ഓഫ് prerequisite developing in values in education, value sustainable development of every state. ഓക്കെ, നമ്മുടെ സംസ്ഥാനങ്ങളെയാണ് പറയുന്നത്. നെക്സ്റ്റ് ഇതിൽ നമുക്ക് പഠിക്കാനുള്ളത് യൂണിറ്റി ഈസ് ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. യൂണിറ്റി ഈസ് ഡൈവേഴ്സിറ്റി, അതാണ് ഇപ്പം മിസ് അത് എഴുതണോ? യൂണിറ്റി ഈസ് ഡൈവേഴ്സിറ്റി എന്ന് മിസ് ഇവിടെ എഴുതുന്നുണ്ട്. അതാണ് നമ്മുടെ യൂണിറ്റി ഈസ് ഡൈവേഴ്സിറ്റി. യൂണിറ്റി ഈസ് ഡൈവേഴ്സിറ്റി, അതാണ് നമ്മുടെ മുദ്രാവാക്യം എന്ന് നമുക്കറിയാം. മിസ് അത് എഴുതാൻ പോയതാണ് അങ്ങോട്ട്. യൂണിവേഴ്സിറ്റി ഈസ് ഡൈവേഴ്സിറ്റി, ഈ ഒരു ഭാഗം ഇതാണ് നമ്മുടെ നമ്മുടെ രാജ്യത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്. നേരത്തെ പറഞ്ഞത് ഇത് നിങ്ങൾ എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. ദർ ഈസ് എ ഫണ്ടമെൻ്റൽ ക്വാളിറ്റി, നേരത്തെ മിസ് ഡിസ്കസ് ചെയ്തല്ലോ, അതിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് യൂണിറ്റി ഈസ് ഡൈവേഴ്സിറ്റി. അത് ഇന്ത്യൻ കൾച്ചറിൽ ആൻഡ് ഹ്യൂമൻ, നമ്മുടെ ഇന്ത്യൻ സംസ്കാരത്തിൽ ഇന്ത്യൻ ഹ്യൂമൻ ബീങ്സ് എന്ന് നമ്മളാണ്, നമ്മൾ പീപ്പിൾസ് ആണ് അല്ലേ, നമ്മൾ ജനങ്ങളെ പറയുന്നത് ഹ്യൂമൻസ്. നമുക്കുള്ള ആ ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ് ഇവിടെ പറയുന്നത്. ഇന്ത്യൻ കൾച്ചർ, ഇതാണ് പോയിന്റ്. ഇന്ത്യൻ കൾച്ചർ, ഫെസ്റ്റിവൽ, സോ മെനി ഫെസ്റ്റിവൽസ് ഇൻ ഹിയർ. ഏതൊക്കെ ഫെസ്റ്റിവൽ? ഓണം, വിഷു, തിരുവാതിര. തിരുവാതിര വരുന്നാലും ഹിന്ദു മതാചാരപ്രകാരമുള്ള ഓരോ ഫെസ്റ്റിവൽ തന്നെയാണ് അതൊക്കെ. ഓണം മെയിനായിട്ട് ഓണം, വിഷു, പെരുന്നാൾ, ദെൻ ബക്രീദ് എന്നൊക്കെ പറയും. നെക്സ്റ്റ് ജീസസിൻ്റെ തിരുനാൾ, ക്രിസ്മസ്, പിന്നെ ഹോളി ആഘോഷങ്ങൾ, കുറേ അവരുടെ പലതരം ആചാരങ്ങളുണ്ട് അല്ലേ, പലതരം കാസ്റ്റ് റിലീജിയസ് ബേസ്ഡ്. ഇപ്പം ബ്രാഹ്മണന്മാരുടെ വേളി എന്നൊക്കെ പറയും, കല്യാണം. അതേപോലെ അല്ല ഇപ്പുറത്തെ ഏത് തീയൻ നമ്മുടെ കാസ്റ്റ് ഉണ്ട്, കുറേ കൊല്ലന്മാർ, ആശാരിപ്പണിക്കാർ, ലോഹപ്പണിക്കാർ, പല പണിക്കാരുണ്ട്. അവർക്കൊക്കെ പല പല കാസ്റ്റ്. നമ്മൾ SLC ബുക്കിലൊക്കെ നമ്മൾ എന്ത് ചെയ്യും, കാസ്റ്റ് ആൻഡ് കമ്മ്യൂണിറ്റി ആൻഡ് കാസ്റ്റ് ഉണ്ടാവും, അല്ലെ റിലീജിയൻ ഒക്കെ ഉണ്ട്. റിലീജിയൻ ഹിന്ദു ആണെങ്കിലും കാസ്റ്റ് മാറും. റിലീജിയൻ എന്താണ്? ഹിന്ദു മതം. ഓക്കെ, ഹിന്ദു മതം, ക്രിസ്തു മതം, ഇസ്ലാം മതം, മതങ്ങളാണ് റിലീജിയൻ. കാസ്റ്റ് വരുന്നത് റിലീജിയന്റെ താഴെയുള്ള സബായിട്ട് വരുന്ന സംഭവങ്ങളാണ് കാസ്റ്റ്. ആ കാസ്റ്റ് ഹിന്ദുക്കളിൽ തന്നെ പല കാസ്റ്റുകളുണ്ട്. അത് നമ്മൾ SLC ബുക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. ആ കാസ്റ്റിൽ തന്നെ പല ആചാരങ്ങളാണ്. ഒരു 20 കാസ്റ്റിൽ 20 ആചാരങ്ങളാണ്. അതിൽ ഫോർ എക്സാമ്പിൾ നമ്മുടെ ബ്രാഹ്മണരുടെ കല്യാണത്തിന് വേളി എന്നാണ് പറയാം. കല്യാണം കഴിച്ച പെണ്ണിന് വേളി എന്ന് പറയും. വേളി എന്ന് പറഞ്ഞാൽ കല്യാണം എന്ന് അർത്ഥമുണ്ട്. അതന്നെ തലയിൽ ചരടൊക്കെ കെട്ടി ബ്രാഹ്മണ രൂപത്തിൽ തേങ്ങേൻ്റെ മുകളിലൊക്കെ ഇവർ ചന്ദനങ്ങളൊക്കെ എന്തൊക്കെയോ എന്താ പറയുക, സ്പെഷ്യാലിറ്റി ഉള്ള ചടങ്ങുകളാണ്. നല്ല നല്ല കാണാൻ നല്ല ഭംഗിയുള്ളതും നല്ല 2-3 ദിവസത്തിലേക്ക് എന്ത് ചെയ്യും, 2-3 ദിവസം തുടർച്ചയായിട്ടുള്ള കല്യാണങ്ങളൊക്കെ ബ്രാഹ്മണ വിവാഹ നമ്മൾ കാണാൻ പറ്റും. അല്ലാത്ത കല്യാണങ്ങൾ സാധാ വൺ ഡേ കല്യാണങ്ങളായിട്ട് മാറും. ഇസ്ലാം മത കല്യാണം തന്നെ പല രീതിയിലുണ്ട്. പള്ളിയിൽ നിന്ന് വെച്ച് നടത്തുന്നുണ്ട്, പൊതുവെ വീട്ടിൽ വെച്ച്, അങ്ങനെ പല കാസ്റ്റ് പ്രകാരം പല തരത്തിലാണ് നമ്മുടെ വിവാഹ ഹിന്ദു മതത്തിലാണെങ്കിലും ക്രിസ്ത്യ മതത്തിലാണെങ്കിലും. ദെൻ ഫാമിലി മാരേജ്, ഡാൻസ് പ്രോഗ്രാം. ഡാൻസിലെ ഹിന്ദു മതത്തിൽ ഡാൻസ് എന്ന് പറയുന്നത് അധികം തിരുവാതിരയാണ് ഇഷ്ടം. മുസ്ലിം മതത്തിൽ ഒപ്പനയാണ് ഇഷ്ടം. ക്രിസ്തു മതത്തിൽ മറ്റേ പള്ളിപ്പെരുന്നാളിനൊക്കെ അവർ കളിക്കുന്നൊരു എന്താണ്, ഓശാന പാടിയിട്ടൊരു കളിയൊക്കെ ഉണ്ട്, അതാണ് പറയുക. അതിനൊരു ഒപ്പന മോഡൽ ഒരു കളി. നെക്സ്റ്റ് മ്യൂസിക്കിനും വ്യത്യാസമുണ്ട്. യേശു ക്രിസ്തുവിൻ്റെ മ്യൂസിക് വേറെ തന്നെ മ്യൂസിക്കാണ്. ഹിന്ദു മതത്തിൽ കൗസല്യ സുപ്രജ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് വേറൊരു രീതിയാണ്. അതേപോലെ മുസ്ലിംസിന് മാപ്പിളപ്പാട്ട് രീതികളാണ്. ഓരോ പാട്ടിനും വരെ മ്യൂസിക്കിന് വരെ എന്തുണ്ട്, ഓരോരോ കൾച്ചർ ഉണ്ട് അല്ലേ. ഹിന്ദു മതത്തിലെ സംസ്കൃത ശ്ലോകങ്ങളൊക്കെ വരുന്ന പാട്ടുകളായിരിക്കും ഹിന്ദു മതത്തിൽ. മുസ്ലിംസിൽ അവരെ അറബി വാക്കുകളും അവരെ നബി വചനങ്ങളും അവരെ നമ്മൾ എല്ലാവരും ഓരോരുത്തരെ പ്രകീർത്തിക്കുന്ന തരത്തിലുള്ളതാണ്. അത് യേശു ക്രിസ്തുവിന് യേശുനാഥന് നല്ല നല്ല പാട്ടുകളുണ്ടാവും.
നമ്മളെ ദേവന്മാരെ നല്ല മഹാഭാരതത്തിലൊക്കെ ഉള്ള ഓരോ ദേവന്മാർ ശ്രീകൃഷ്ണൻ്റെ ഒക്കെ നല്ല നല്ല പാട്ടുകളുണ്ടാവും. അതേപോലെ ഇസ്ലാം മതത്തിലെ അവരുടെ മതത്തിലെ നബിമാരുടെ ഒക്കെ നല്ല നല്ല കേൾക്കാൻ അത്രയും നല്ല മനോഹരമായ പാട്ടുകൾ ഉണ്ടാവും. അതൊക്കെ ഓരോ കാസ്റ്റ് ബേസിലാണ് മ്യൂസിക് വരുന്നത്. ദെൻ ആർട്ടും അങ്ങനെ തന്നെയാണ് അല്ലേ. ആർട്ടിനെന്താണ്, ആർട്ട് മീൻസ് അതിപ്പോൾ എല്ലാവരും ഓരോരുത്തരുടെ ക്യാരക്ടർ അനുസരിച്ച് വരയ്ക്കുന്നതാണ്. ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ, ലാംഗ്വേജിലുണ്ട് വ്യത്യാസം. ഹിന്ദു മതത്തിലൊരു പ്രത്യേക ഒരു ഭാഷ, അതേപോലെ നമ്മുടെ ഇസ്ലാം മത ഭാഷ, പിന്നെ ഓരോ കേരളത്തിൽ മലയാളം, ഇസ്ലാം മതം എന്നല്ല ഓരോ ട്യൂണ് മാറുന്നുള്ളൂ. ഭാഷ മലയാളം തന്നെയാണെങ്കിലും മലപ്പുറത്തുകാർ പറയുന്നത് ആർക്കും മനസ്സിലാവില്ല. വേറെ സ്റ്റേറ്റുള്ള ഒരു കണ്ണൂർ ഭാഷ വേറെ തന്നെയാണ്. ഈ സംസ്ഥാനത്ത് ജില്ലകൾ തന്നെ അങ്ങനെ ബേസ് ചെയ്ത് വെച്ച് ജില്ലാ ബേസ്, ഡിസ്ട്രിക്ട് ബേസ് നോക്കുമ്പോൾ തന്നെ അതിൻ്റെ ട്യൂണ് ആൻഡ് അതിൻ്റെ ഒരു വോയിസ് മോഡുലേഷനൊക്കെ വ്യത്യാസം വരും. പക്ഷെ സംസ്ഥാനത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കേരളം, അതായത് കേരളത്തിൽ എന്താണ് മലയാളം, തമിഴ്നാട്ടിൽ എന്താണ് തമിഴ്, കർണാടകത്തിൽ എന്താണ് കന്നഡ, അങ്ങനെ ഓരോ പഞ്ചാബി ഭാഷ, ഓരോ ഭാഷ വ്യത്യാസം എവിടെ ഉണ്ട്, നമ്മുടെ ഇന്ത്യയിലുണ്ട്. നാഷണൽ സിംബൽസിന് വ്യത്യാസം, നാഷണൽ സിംബൽസ്, അത് സിംബൽസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഓരോ അടയാളം, ഓരോ എന്താണ്, പിന്നെ നമ്മൾ അമ്പലത്തിനൊക്കെ ഒരു സിംബലൊക്കെ, നമ്മൾ അമ്പലത്തിൻ്റെ ഒരു സിംബൽ, ഇങ്ങനെ അമ്പലത്തിനൊരു സിമ്പിൾ. അതേപോലെ മുസ്ലിംസ് പള്ളിക്ക് മിനാരങ്ങളാണ് ഒരു സിമ്പിളായിട്ട് വരിക. യേശുവിന് നമ്മൾ കുരിശാണ്, അതൊരു സിമ്പിളായിട്ട് വരിക. അങ്ങനെ സിമ്പിൾസിനും വ്യത്യാസമുണ്ട്. ഫെസ്റ്റിവൽ, ഫുഡ് ഐറ്റംസിലുണ്ട് അല്ലേ. അതായത് ബ്രാഹ്മണന്മാർ ഇറച്ചിയൊന്നും കഴിക്കത്തില്ല. പക്ഷേ അല്ലാതെ ഹിന്ദുസൊക്കെ നല്ല, ബ്രാഹ്മണന്മാർ ഹിന്ദുക്കളാണെങ്കിലും കാസ്റ്റ് വ്യത്യാസത്തിൽ മറ്റുള്ള ഹിന്ദുക്കളൊക്കെ എന്ത് ചെയ്യും, ഇറച്ചിയൊക്കെ ഭക്ഷിക്കും. അതേപോലെ ഇസ്ലാം മതത്തിലെ ആൾക്കാർ വല്ലാതെ ഇറച്ചി ഭയങ്കര ഇഷ്ടമുള്ള ആൾക്കാരാണ്, ഒരു കാറ്റഗറിയാണ്. അങ്ങനെ ഫുഡായാലും മ്യൂസിക് ആണെങ്കിലും ആർട്ടാണെങ്കിലും, പിന്നെന്താ പറഞ്ഞത്, മാരേജ് ഫെസ്റ്റിവൽ ആണെങ്കിലും ഡാൻസ് ആണെങ്കിലും ലാംഗ്വേജ് ആണെങ്കിലും ലിറ്ററേച്ചർ ആണെങ്കിലും നാഷണൽ സിംബൽ ആണെങ്കിലും എല്ലാ ക്യാരക്ടറിസ്റ്റിക്സും, എല്ലാ നാനാവിധത്തിലുള്ള പല രീതിയിലുള്ള ചിന്തകളും തിങ്കിങ്ങും അവരുടെ ആറ്റിറ്റ്യൂഡും അവരുടെ ഡ്രസ്സിങ്ങും എല്ലാം വ്യത്യാസമാണെങ്കിലും നമ്മൾ ഇന്ത്യക്കാരെല്ലാവരും ആരാണ്, യൂണിറ്റി ഏകത്വത്തിൽ ജീവിക്കുന്നവരാണ്. നമുക്ക് ഒരു ഏകത്വമുണ്ട്, ഒരു യൂണിറ്റി ഉണ്ട്. അതിൻ്റെ വേർഡ് മീനിങ് ആണ് നേരത്തെ നമ്മൾ പറഞ്ഞത്. യൂണിറ്റി ഈസ് ഡൈവേഴ്സിറ്റി, നാനാത്വത്തിൽ ഏകത്വം. ഈ ഒരു വേർഡ് മിസ് വീണ്ടും ഇവിടെ എഴുതിയത്, മിസ് ഇപ്പോൾ എഴുതിയതാണ്, നിങ്ങൾ ശ്രദ്ധിക്കുക. ഈ വേർഡ് നിങ്ങൾ എപ്പോഴും ചിലപ്പോൾ റിപ്പീറ്റ് ചെയ്ത് എസ്സേ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഈ ഒരു വേർഡ് ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾ സെൻറ്റൻസ് എഴുതി കൊടുക്കണം. പിന്നെ സാധാ സുഖമായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ്. കാരണം എല്ലാവർക്കും ബൈഹാർട്ടായി കുഞ്ഞിലേ അറിയുന്ന കാര്യങ്ങളാണ് നമ്മുടെ ഇന്ത്യൻ കൾച്ചറിലെ പ്രത്യേകത. അതായത് ഇസ്ലാം മതമാണെങ്കിലും ഹിന്ദു മതമാണെങ്കിലും ക്രിസ്ത്യൻ മതമാണെങ്കിലും നമ്മളെല്ലാവരും ഒരേപോലെ സ്നേഹവും സഹകരണവും എല്ലാം കണ്ട് നമ്മൾ വരും തലമുറകളും അത് കാണുന്നുണ്ട്. അപ്പം നമ്മുടെ സംസ്കാരം അങ്ങനെയാണ്, ഇന്ത്യൻ കൾച്ചർ അങ്ങനെ തന്നെയാണ്. അതാണ് പറഞ്ഞത് ഇന്ത്യൻ കൾച്ചർ ആൻഡ് ഹ്യൂമൻ വാല്യൂസ്. ഹ്യൂമൻ വാല്യൂ അറിയില്ല, മാനുഷിക മൂല്യങ്ങൾ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ.